ജെഇഇ മെയിനിന് മിന്നും വിജയം കരസ്ഥമാക്കി ഇന്ന് എഞ്ചിനീയറിംഗ് വിക്ടറിയുടെ ബ്രില്യന്റിന്റെ കൂടെ ആഘോഷിക്കാൻ വന്നിരിക്കുകയാണ് വൈശാഖും മുഹമ്മദ് ഫഹദും. അവരുടെ വിശേഷം നമുക്ക് ചോദിച്ചറിയാം. എത്രയാണ് ജെഇഇ മെയിന് റാങ്ക്? ജെഇഇ മെയിൻ റാങ്ക് 10429 ആയിരുന്നു. 10429 റാങ്കാണ് അല്ലേ? അപ്പൊ നല്ലൊരു റാങ്കോട് കൂടി ജെഇഇ മെയിൻ ആ ഒരു എക്സാം ക്ലിയർ ചെയ്തിരിക്കുകയാണ് വൈശാഖ്. അപ്പം NIT IIT ഇപ്പൊ അഡ്മിഷനൊക്കെ അലോട്ട്മെന്റ് ഒക്കെ വന്നല്ലോ. എവിടെയാണ് അഡ്മിഷൻ കിട്ടിയേക്കുന്നത്? NIT കാലിക്കറ്റ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് കിട്ടിയിരിക്കുന്നത്. NIT കാലിക്കറ്റില്. അപ്പൊ ഈസിയാണ് എടുത്തേക്കുന്നത്. എന്തുകൊണ്ട് ഈസി സെലക്ട് ചെയ്തു? എനിക്ക് CS-നോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ റാങ്ക് വെച്ച് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഓപ്ഷൻ ഇതായിരുന്നു, അതുകൊണ്ട് എടുത്തു. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനൊരു ഇത്രയും വലിയൊരു വിജയം കരസ്ഥമാക്കി തന്റെ ഒരു ഫ്യൂച്ചറിന്റെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നീങ്ങിയിരിക്കുന്നതിന് കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പം ഓൾ ദ ബെസ്റ്റ്, ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഓൾ ദ ബെസ്റ്റ്. അപ്പം ഈ ഒരു നിമിഷം എന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് മോന്? ഇപ്പോൾ വളരെയധികം സന്തോഷം ഫീൽ ചെയ്യുന്നു. പിന്നെ ഇപ്പോൾ ഉമ്മയും ചേട്ടനും അനിയനും ഇപ്പോൾ വീട്ടുകാർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ NIT കിട്ടിയപ്പോൾ NIT ഇപ്പോൾ എനിക്ക് വാറങ്കൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ് കിട്ടിയിട്ടുണ്ട്. അതിൽ ഞാൻ വളരെ സംതൃപ്തനാണ്. അപ്പം ഇവിടെ റിപ്പീറ്റ് ബാച്ചിലായിരുന്നല്ലോ. അപ്പം എന്തുകൊണ്ട് ബ്രില്യന്റ് ചൂസ് ചെയ്തു? ഇത്രയും കേരളത്തിൽ വേറെയും ഒരുപാട് റിപ്പീറ്റർ അല്ലെങ്കിൽ ഇങ്ങനെ ജെഇഇ മെയിനും ജെഇഇ അഡ്വാൻസിനും ഒക്കെ കോഴ്സ് കൊടുക്കുന്ന വേറെയും കുറേ സ്ഥാപനങ്ങളുണ്ട്. അപ്പം എന്തുകൊണ്ട് മോൻ ബ്രില്യന്റ് ചൂസ് ചെയ്തു? ബ്രില്യന്റ് ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം വെച്ചാൽ ജെഇയും എഞ്ചിനീയറിംഗിലൊക്കെ റിസൾട്ട് നോക്കുമ്പോൾ അതിൽ മുന്നിൽ നിൽക്കുന്ന ബ്രില്യന്റ് തന്നെയാണ്. ബ്രില്യന്റിനെ കടത്തിവെട്ടുന്നതിൽ യാതൊരു വെല്ലുവിളിയായിട്ട് യാതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ കണ്ടിട്ടില്ല. സോ മോന്റെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ബ്രില്യന്റ് ആയിരുന്നു. അപ്പൊ ഈ ബ്രില്യന്റിലുള്ള ഇപ്പൊ ഈ ഒരു റിപ്പീറ്റർ ആ ഒരു ബാച്ചിൽ ഇവിടുത്തെ എന്താ സ്റ്റഡി മെറ്റീരിയൽ ആയാലും അല്ലെങ്കിൽ ഇവിടെയുള്ള ഫെസിലിറ്റീസ് ആയാലും ഇവിടുത്തെ ക്ലാസ്സസ് ആയാലും ആ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ മോനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ആയത് ഇവിടുത്തെ ജെഇമെന്റ് പ്രീവിയസ് ഇയർ ബുക്സ് ആണ്. 3 പ്രീവിയസ് ഇയർ ബുക്സ് ആണ്. അതെനിക്ക് വളരെയധികം ഹെൽപ്പായി. പിന്നെ ഇവിടുത്തെ സാർമാർ ഫാക്കൽറ്റീസിനെ കുറിച്ച് പറയണ്ടല്ലോ, വളരെയധികം നല്ല ക്ലാസ്സസും പിന്നെ ഇപ്പോൾ ക്ലാസ് മിസ്സായിപ്പോൾ ലേണിങ്ങും അതുപോലെ നല്ലൊരു ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ എക്സാംസ് നല്ല രീതിയിൽ ഞാൻ ഫോക്കസ് ചെയ്തിരുന്നു. എക്സാമിലായിരുന്നു മെയിൻ കാര്യം ഫോക്കസ് ചെയ്തത്. അപ്പം മകനിപ്പോൾ നല്ല രീതിയിൽ പഠിച്ച് ജെഇഇ മെയിനിന് ഉന്നത റാങ്ക് നേടിയിട്ട് NIT വാറങ്കൈ അഡ്മിഷൻ എടുത്തിരിക്കുകയാണ്. അപ്പം എന്താണ് ഉമ്മ തോന്നുന്നത്? സന്തോഷമാണ് തോന്നുന്നത്. സന്തോഷം. മോനെ എങ്ങനെയായിരുന്നു? പണ്ട് മുതലേ പഠിക്കുമായിരുന്നു? പണ്ട് മുതലേ ഓന് അല്ല ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുമായിരുന്നു. അതിന്റെ ഒരു അടിനാധ്വാനം കൊണ്ടാണ് ഇത് കിട്ടിയത്. സന്തോഷം. റിപ്പീറ്റർ ആയിരുന്നല്ലോ. അപ്പം ഏത് ഹോസ്റ്റലിലായിരുന്നടാ? പാലക്കല്. അപ്പോൾ ഹോസ്റ്റൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ, എക്സാമിന്റെ പ്രിപ്പറേഷന്റെ കൂടെ തന്നെ ഫ്രണ്ട്ഷിപ്പും വളർന്നിട്ടുണ്ടാവുമല്ലോ. എന്റെ അതേ ക്ലാസ്സിലുണ്ടായിരുന്ന 1-2 പേർക്ക് കൂടി കാലിക്കറ്റ് ഈസി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒന്നിച്ച് അവിടെയും പഠിക്കാൻ പോവുകയാണ്. അപ്പം 2 പേർക്കും നിങ്ങളുടെ ഫ്യൂച്ചറിന് ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.